രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമയം മോശമാണ്. പെൺകുട്ടികളുടെ ഒരു തുള്ളി കണ്ണീര് വീണാൽ അതിൻ്റെ പാപഫലങ്ങൾ അനുഭവിച്ചേ പറ്റും. നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടാലും അയാളൊരു ദുർമന്ത്രവാദത്തിൽ എന്നോ നശിച്ചുപോയ ഒരു മാന്ത്രികൻ്റെ പുനർജന്മമാണ്. അയാളുടെ ഭൂതകാലത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളൊരു ദുർമന്ത്രവാദമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ തന്നെയാണ്. അതിനകത്തൊരു സംശയവും വേണ്ട. സ്ത്രീകളെ ഭീകരമായി പീഡിപ്പിക്കപ്പെട്ട് ആ പീഡിപ്പിച്ച് പണം വാങ്ങി അങ്ങനെ ദുർമരണപ്പെട്ട ഒരു ജന്മമാണ് ഇയാളുടെ. അതുകൊണ്ടാണ് ഇയാൾ വിവാഹം കഴിക്കുക. ഇയാളുടെ മൊത്തം മുഖം എടുത്തു കഴിഞ്ഞാൽ, ഇയാളുടെ ഓരോ അവയവങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഒരു ഉത്തമനായ പുരുഷൻ്റെ ഒന്നും അയാളുടെ ശരീരം. അദ്ദേഹം വളരെ ഭീകരമായി കുട്ടികളെ വേദനിപ്പിക്കും. അത് ഒരു ശരീരം എന്ന് പറയുന്നത് എന്താണ്? 7,000 കോടി നാഗങ്ങളും 72,000 നാഡീഞരമ്പുള്ളതാണ് മനുഷ്യൻ്റെ ശരീരം. ബീജങ്ങൾ എന്ന് പറയുന്നത് നാഗങ്ങളാണ്. അത് ഇണചേർന്നാണ് XY ക്രോമസോം എന്ന ശാസ്ത്രം പറയുന്നത്. പെൺകുട്ടികളെ വശീകരിച്ച് അവിടെ സ്വാധീനിച്ച് ആ സ്വാധീനത്തിൽ നിന്ന് നീ എനിക്കൊരു കുഞ്ഞിനെ തരൂ എന്ന് പറഞ്ഞിട്ട് ഏത് പെണ്ണിനോട് ചോദിക്കില്ല ഞാൻ നിന്നെ. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കാന്തല്ലൂർ സ്വാമിയാണ്. നമസ്കാരം സ്വാമി. നമസ്കാരം. നിയോഗങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരാളെ കാണുന്നു, ഒരാളോട് ഇന്ന കാര്യം പറയാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, അത്തരം നിയോഗങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? നിയോഗങ്ങളുണ്ട്. അത് ഈ ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫലം പറയാൻ നിയോഗിക്കപ്പെട്ട ആളാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. കാരണം ഫലം അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ആ നിയോഗം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. മോള് ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ അതറിയാൻ പറ്റൂ, അല്ലേ? അപ്പോൾ ഒരാൾ എൻ്റെ ഒരു വിധി, ഇതെൻ്റെ വിധിയാണ് എന്ന് പറയുന്നവരുണ്ട്. എൻ്റെ നിയോഗം ഇതാണ്. എന്താണ് നിയോഗം? എൻ്റെ നിയോഗം പ്രപഞ്ചത്തിലെ ശക്തി. എന്താണ് ദൈവം എന്ന് പറയുന്നത്? പ്രപഞ്ചത്തിലുണ്ടാകുന്നൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജത്തിനെ എന്തൊക്കെയായിട്ടാണോ ഈശ്വരന്മാർ സങ്കല്പിച്ചിരിക്കുന്നത്, ആ സങ്കല്പങ്ങൾക്ക് പിറകെ പോകുന്നതാണ് മനുഷ്യർ, അല്ലേ? അതെ. കൃഷ്ണനും ശിവനും അയ്യപ്പനും എന്നൊക്കെ പറഞ്ഞ ദേവീ സാന്നിധ്യങ്ങളും ഉഗ്രമൂർത്തികളും ഒക്കെ ഉണ്ട്. അത് ഓരോരുത്തരുടെ സങ്കല്പങ്ങൾ അനുസൃതമായിട്ടാണ്. ചിലരത് വിശ്വസിക്കും, അതിൻ്റെ പിന്നാലെ പോവും. ചിലരത് വിശ്വസിക്കില്ല. അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കർമ്മത്തിനാണ്. ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ 7 തവണ ഹിമാലയം നടന്നു കയറിയ ആളാണ്. ഹിമാലയത്തിൻ്റെ ഒരു വശത്തുകൂടെ എൻ്റെ പുസ്തകമുണ്ട്, മജ്ജയും മാംസവും പിന്നെ ഹിമാലയം. പക്ഷേ ദൈവമുണ്ട്. ദൈവത്തെ വിശ്വസിച്ചാൽ, അമ്പലത്തിൽ പോയാൽ മാത്രമേ നിനക്ക് നന്മയുണ്ടാകൂ എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അമ്പലത്തിൽ പോയില്ലെങ്കിലും നിൻ്റെ കർമ്മം എന്താണോ ആ കർമ്മത്തിൽ ശുദ്ധിയുണ്ടോ? ആ കർമ്മത്തിൽ ശുദ്ധിയുണ്ടെങ്കിൽ ആ സങ്കല്പത്തിൽ മുറുകെ പിടിച്ച്, എൻ്റെ കർമ്മമാണ് എൻ്റെ ദൈവം, ആ കർമ്മത്തിൽ മുറുകെ പിടിച്ച് നമ്മളതിൻ്റെ പിന്നാലെ പോയാൽ, അതിൻ്റെ പിന്നാലെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പശു, നല്ല ഭംഗിയുള്ളൊരു പശുവാണ്. ആ പശുവിൻ്റെ കഴുത്തിലൊരു ചരട് കിടപ്പുണ്ട്. എനിക്ക് വഴി അറിയില്ല. അപ്പോൾ ഈ പശു ഇങ്ങനെ മേഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാനതിൻ്റെ കയറി പിടിച്ച് ഇതിൻ്റെ പിന്നാലെ പോകുമെന്ന് പറഞ്ഞാൽ പശു അതിൻ്റെ മുമ്പിലുള്ള എന്തെങ്കിലും കണ്ടാൽ അതിന് ഭ്രാന്തമായ ഒരു ഭയം ഉണ്ടാകും. ആ നാൽക്കാലി ഓടും. അപ്പോൾ എന്താ, നമ്മൾ ആ കയറിൽ മുറുകെ പിടിച്ചിരുന്നാൽ നമുക്ക് മൃത്യു സംഭവിക്കും. നമുക്കൊരിക്കലും ഒരു 2 കാലുള്ളവർ 4 കാലുള്ളവൻ്റെ പുറകെ ഓടാൻ പറ്റില്ല. അപ്പോൾ ദൈവം എന്ന് പറയുന്ന പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഒരു ശക്തി നാൽക്കാലിയാണ്. ആ നാൽക്കാലിയുടെ യാത്ര, അല്ലെങ്കിൽ ആ നാൽക്കാലി സഞ്ചരിക്കുന്ന വഴി, ആ വഴിയിലുള്ള ഒരു സങ്കല്പം, നമ്മുടെ പിടുത്തമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേക രൂപമോ ഭാവങ്ങളോ ഇല്ല. എന്നാൽ ക്ഷേത്രങ്ങളെക്കുറിച്ച് ചോദിക്കും. ഇതെല്ലാം തന്നെ ഹൈന്ദവതയിൽ ഋഷീശ്വരന്മാരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് അവർ ഉണ്ടാക്കപ്പെട്ട, അല്ലെങ്കിൽ ഉണ്ടായത്, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത്, അതാണ് നമ്മുടെ ദൈവിക സാങ്കല്പിക ശക്തികൾ. അപ്പോൾ അതുകൊണ്ട് നിയോഗം എന്ന് പറയുമ്പം നീ ഇതിലേ പോകരുത്, ഇതിൻ്റെ വഴി ഏതാണ്? ഒരാൾ വഴി നടന്നു വരുന്നു, ഒരു വഴി ചോദിക്കുന്നു. വഴി ചോദിക്കുമ്പോൾ ഒരാൾ പറയും നീ ആപത്തിലേക്ക് പോകാനാണ്. ഈ വരുന്ന ആളിൻ്റെ മനസ്സെങ്ങനെയാണ്? അവൻ എന്തിനും നുണ പറയുന്ന ഒരാളാണെങ്കിൽ അവൻ യഥാർത്ഥ വഴി പറഞ്ഞു കൊടുക്കില്ല, തെറ്റായ വഴി പറഞ്ഞു കൊടുക്കും. ഇനി യഥാർത്ഥത്തിലുള്ള ഒരാളാണെങ്കിൽ അയാൾ പറയും ഈ വഴിയാണ് പോകേണ്ടത്, തനിക്ക് ആ വഴി അറിയാമോ? ഞാനും കൂടെ ഒപ്പം വരാം, എനിക്ക് അത്യാവശ്യം പോകേണ്ടതാണ്, പക്ഷെ ഞാൻ വന്ന് വഴി കാട്ടിത്തരാം. അങ്ങനെ വഴി കാട്ടി കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവൻ്റെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശുദ്ധമായ കർമ്മമുള്ളവൻ വഴി അറിയാതെ നിന്നാൽ
അവൻ്റെ ഉള്ളിലെ ആ സങ്കല്പം യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരാളുണ്ടാകും. അത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാർഡ് കണ്ടു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമയം മോശമാണ്. ഇതിൽ സത്യമുണ്ടോ, കാര്യമുണ്ടോ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമയമല്ല. ഏതു മനുഷ്യൻ്റെയും സമയത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലതും ചീത്തയുമുണ്ട്. അതും ഈ നേരത്തെ ഞാൻ പറഞ്ഞ കർമ്മത്തിനനുസൃതമാണ്. ജീവിതത്തിൽ ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്യുകയുള്ളൂ. ഞാൻ നല്ല സമയത്തും മോശ സമയത്തും നന്മ ചെയ്യില്ല, ഞാൻ തിന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. എൻ്റെ കാലം ഏറ്റവും ശുക്രദശയിൽ പോലും ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്യുകയുള്ളൂ. അവന് കാലം മോശം എന്നല്ല, അത് കാലൻ്റെ പിടിയിൽപ്പെട്ടവരാണ്. അവരെയൊന്നും നമുക്ക് ഒരു തരത്തിലും നന്മ എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ, അയാളെ സ്ത്രീകളെ, പെൺകുട്ടികളെ ആകർഷിക്കുന്ന വിധത്തിലുള്ള അവൻ്റെ സൗന്ദര്യവും വിദ്യാഭ്യാസവും രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഒരുപാട് പെൺകുട്ടികൾ അവൻ്റെ ആകർഷണരാകും. ആ ആകർഷണത ചൂഷണം ചെയ്യപ്പെടുമ്പോൾ എന്താണ് അതിലെ വ്യക്തിത്വം, ആ വ്യക്തിത്വം നശിച്ചു പോകും. പിന്നെ പെൺകുട്ടികളെന്ന് പറയുന്നത് ഇപ്പോൾ സിനിമാ നടന്മാർക്കും രാഷ്ട്രീയക്കാർക്കും, രാഷ്ട്രീയത്തിൽ ഈ ആരാധന വളരെ കുറവാണ്. സിനിമയിലാണ് അങ്ങനെയുള്ള ആരാധന ഉണ്ടാകുക. അങ്ങനെ ആരാധിക്കപ്പെട്ട കഴിഞ്ഞവരെ ചൂഷണം ചെയ്യുകയും ആ ചൂഷണം ചെയ്യലിൽ നിന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾ, പെൺകുട്ടികളുടെ ഇനി എത്ര മോശമാണെങ്കിൽ പോലും പെൺകുട്ടികളുടെ ഒരു തുള്ളി കണ്ണീര് വീണാൽ നമ്മളിപ്പോൾ എതിരഭിപ്രായമൊക്കെ കാണും, അതിൻ്റെ പാപഫലങ്ങൾ അനുഭവിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് ചൂഷണം ചെയ്യപ്പെടും. അയാൾ എന്താ ചെയ്യുന്നത്? നിനക്ക് എൻ്റെ ഒരു കഥയുണ്ട്, ധൂമകേതു എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതിലെ കഥാപാത്രം എന്ന് പറയുന്നത് രാഹു എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. അയാൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ താന്ത്രിക ശക്തിക്ക് വേണ്ടി അയാൾ വളരെ ആർക്കിടെക്റ്റാണ്, വളരെ എഞ്ചിനീയറാണ്. അയാൾ കല്യാണം കഴിക്കില്ല. വളരെ തറവാട്ടിലെ ആൾക്കാരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്ന ഒരു കഥാപാത്രമാണ്. ഞാനിപ്പോൾ ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്, 63-ാം വയസ്സ് തുടങ്ങുന്നതാണ്. 62 വയസ്സ് തികഞ്ഞ് തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ പുസ്തകം 5 പുസ്തകത്തിൽ ഒന്ന് ഇതാണ്. ഞാൻ ഈ വിഷയമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എഴുതിയ പുസ്തകമാണ്. അതിലെ കഥാപാത്രം എന്താണ്? സമൂഹം അംഗീകരിക്കുന്ന, ലോകം അംഗീകരിക്കുന്ന ബുദ്ധിയുള്ള ഒരാൾ. അയാളുടെ ഉള്ളിൽ എന്താണ്? അദ്ദേഹം ഇതുപോലെ പെൺകുട്ടികളെ വളരെ സൗമ്യമായി സംസാരിച്ച് അവളുടെ മനസ്സ് വശീകരിച്ച് അവളുടെ ശരീരത്തെ സ്വാധീനിച്ച് എനിക്കൊരു കുട്ടിയെ തരൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ പ്രസവിച്ച് മേടിച്ചുകൊണ്ട് ദുർമന്ത്രഭാവത്തിലൂടെ ശക്തി നേടുന്നതാണ് കഥാപാത്രം. രാഹുൽ ഒരു മാഹുങ്കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടാലും അയാളൊരു ദുർമന്ത്രഭാവത്തിൽ എന്നോ നശിച്ചുപോയ ഒരു മാന്ത്രികൻ്റെ പുനർജന്മമാണ്. ഇത് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത് കുട്ടികളുടെ, എൻ്റെ ഇപ്പോൾ തമിഴിൽ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയുണ്ട് കാദംബരി എന്ന് പറയുന്നത്. ആ കാദംബരി എന്ന് പറഞ്ഞ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി, പ്രേതാത്മാവിന് നശിച്ചു പോകണമെങ്കിൽ അമ്മയുടെ പൊക്കിൾ കൂടി കെട്ടണം. അത് എൻ്റെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന കാദംബരി എന്ന് പറയുന്ന സിനിമയാണ്. ഈ ജില്ല എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത നേഷനാണ് എൻ്റെ സംവിധായകൻ. എൻ്റെ സ്ക്രിപ്റ്റൊക്കെ കഴിഞ്ഞതാണ്. ഈ സ്ക്രിപ്റ്റ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന നോവലാണ്. ആ നോവൽ ഇതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു കഥാപാത്രമാണ്. നീ എനിക്കൊരു കുഞ്ഞിനെ തരൂ. എന്തിനാണ് കുഞ്ഞ്? ആ കുഞ്ഞിനെ കൊണ്ട് അയാൾ നടന്ന അയാളുടെ ഭൂതകാലത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളൊരു ദുർമന്ത്രവാദമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ തന്നെയാണ്. അതിനകത്തൊരു സംശയവും വേണ്ട. കാരണം ഒരു പെൺകുട്ടിയെ അയാൾ എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത്? അതിഭീകരമായി പീഡിപ്പിക്കുന്നു ഒരു കുട്ടിയെ. ഒരു നോർമലായിട്ട് ഈ പ്രണയം എന്ന് പറയുന്ന, എൻ്റെ ആരാച്ചരുടെ മകൾ എന്നൊരു നോവലുണ്ട്, അതിപ്പോൾ സിനിമയാകാൻ പോകുന്നുണ്ട്. പ്രണയം എന്ന് പറയുന്ന പ്രാണനിൽ നിന്നുണ്ടാകുന്നതാണ്. പ്രേമവും കാമവും ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഓരോ സന്ദർഭങ്ങളാണ്. ഒരു മനുഷ്യൻ ജനിച്ച സമയം വെച്ചാണ് അവൻ്റെ മനസ്സിൽ നിന്ന്, അവൻ്റെ പ്രാണനിൽ നിന്നുണ്ടാകുന്നതാണ് പ്രണയം. പറ്റേ? കാമം എന്ന് പറയുന്ന പ്രേമം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. ഇതൊരു ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. രാഹുൽ ഈശ്വറിൻ്റെ ഭൂതകാലം എന്ന് പറയുന്നത് ഒരു ദുർമന്ത്രവാദമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, സ്ത്രീകളെ ഭീകരമായി പീഡിപ്പിക്കപ്പെട്ട് പീഡിപ്പിച്ച് പണം വാങ്ങി അങ്ങനെ ദുർമരണപ്പെട്ട ഒരു ജന്മമാണ് ഇയാളുടെ. അതുകൊണ്ടാണ് ഇയാൾ വിവാഹം കഴിക്കുന്നത്. ഇയാളുടെ മൊത്തം മുഖം എടുത്തു കഴിഞ്ഞാൽ, ഇയാളുടെ ഓരോ അവയവങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഒരു ഉത്തമനായ പുരുഷൻ്റെ ഒന്നും അയാളുടെ ശരീരത്തിലില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ലക്ഷണശാസ്ത്രം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇങ്ങനെ പെരുമാറും തോന്നാൻ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പെരുമാറും നമ്മൾ ചോദിച്ചാൽ അയാളുടെ പൂർവ്വജന്മം തന്നെയാണ്. എല്ലാ മനുഷ്യനും പൂർവ്വജന്മത്തിൽ നിന്നുള്ള വാസനയുണ്ട്.
ഇദ്ദേഹം വളരെ ഭീകരമാണ്. ഇദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ വാർത്തകളിൽ നിന്നല്ലാതെ തന്നെ കേൾക്കുന്ന കുറേ കഥകളുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് 2 എപ്പിസോഡ് DNA ചാനൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട്. ആൾക്കാർ തരുന്ന വാർത്തകൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം വളരെ ഭീകരമായി കുട്ടികളെ വേദനിപ്പിക്കും. അത് ഒരു ശരീരം എന്ന് പറയുന്നത് എന്താണ്? ശരീരം ജീർണവസ്ത്രമാണ്. ജീർണിച്ച് നശിച്ചു പോകേണ്ടതാണ് ശരീരം. 7000 കോടി നാഗങ്ങളും 72,000 നാഡീഞരമ്പുള്ളതാണ് മനുഷ്യൻ്റെ ശരീരം. ബീജങ്ങൾ എന്ന് പറയുന്നത് നാഗങ്ങളാണ്. അത് ഇണചേർന്നാണ് XY ക്രോമസോം എന്ന ശാസ്ത്രം പറയുന്നത്. അത് തമ്മിൽ സംയോജിച്ച് ഉത്തമനായ കുട്ടി ജനിക്കണമെങ്കിൽ ആ 2 പേരുടെ പ്രാണനും ആ ശ്വാസം, നമ്മൾ 2 പേർ തമ്മിൽ ഇണചേരുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം, ആ താപത്തിൻ്റെ ഇതൊക്കെയാണ്. അങ്ങവയിലുള്ള കുട്ടികൾ ജനിക്കുന്നത് 2 ഊർജ്ജമാകുമ്പോഴാണ്. ക്ഷയിച്ചു പോയ നാഗങ്ങളും ഉത്തമമായ നാഗങ്ങളും പടമുയർത്തിയ നാഗങ്ങളും തമ്മിൽ ഇണചേരുമ്പോൾ ഉത്തമമായ കുട്ടികൾ ജനിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പിതാവിനെ അനുഭവിക്കാൻ യോഗമില്ലാതെ പോയത്? ഇതൊക്കെ വലിയ സാധാരണ ഇപ്പോൾ നമുക്കൊരാളെ കുറ്റപ്പെടുത്താം, അദ്ദേഹത്തിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം ദുർമന്ത്രവാദിയാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടികളെ വശീകരിച്ച്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, പെൺകുട്ടികളെ വശീകരിച്ച് അവിടെ സ്വാധീനിച്ച്, ആ സ്വാധീനത്തിൽ നിന്ന് നീ എനിക്കൊരു കുഞ്ഞിനെ തരൂ എന്ന് പറഞ്ഞിട്ട് ഏത് പെണ്ണിനോടും ചോദിക്കില്ല ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, നീ എൻ്റെ കുഞ്ഞിനെ തരുമെന്ന് ചോദിക്കുമ്പോൾ ഏത് പെൺകുട്ടി ഇതേപോലുള്ള കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടം തോന്നുന്ന ഒരാളുടെ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറാകില്ല? കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് ഇവൻ എത്ര കുട്ടികളെ, എത്ര ജാരസന്ധതികളെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ എത്ര തലമുറ അനുഭവിക്കേണ്ടി വരും ഇതിൻ്റെ. ഒരു പെൺകുട്ടി പരസ്യമായിട്ട് അത് എത്രയോ പെൺകുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ടാവും. എൻ്റെ കഥാപാത്രത്തിൽ ഞാനത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ഇറങ്ങാൻ പോകുന്ന നോവലിനകത്ത്. കാരണം അയാൾ കുട്ടികളെ സൃഷ്ടിച്ച് ആ കുഞ്ഞിനെ രാത്രി തട്ടിക്കൊണ്ട്, പ്രസവിച്ച കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് ദുർമന്ത്രവാദം കൊണ്ട് ശക്തി നേടുന്ന ഒരു കഥാപാത്രമാണ്. ആർക്കിടെക്റ്റാണ്, ലോകം അംഗീകരിക്കുന്ന ആർക്കിടെക്റ്റ്, അതാണ് കഥാപാത്രം. ഇപ്പോൾ ഇറങ്ങും ഈ പുസ്തകം. എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഞാൻ എങ്ങനെയാണിത്, ഞാനൊരു സാധാരണ അനന്തഭദ്രമൊക്കെ എഴുതിയ 4-5 ദിവസം കൊണ്ടാണ്. ഈ പുസ്തകം 6 മാസമായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ പൂർവ്വജന്മം ഞാൻ ആ കഥയിൽ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആകുന്നതെന്നും. അവസാനം ഒരു പെൺകുട്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അത് പരസ്യമായിട്ട് പറയാൻ പാടില്ല, ആ പെൺകുട്ടി യഥാർത്ഥ കുട്ടിയെ മാറ്റി വയ്ക്കുന്നത് മനസ്സിലാക്കിയിട്ട് വേറൊരു കുട്ടിയെ കൊടുക്കും. എന്നിട്ട് ഈ കുട്ടി വളർന്ന് വലുതായിട്ട്, കാരണം ഇയാൾക്ക് അറിഞ്ഞൂടാ, ഇയാളെ ഇല്ലാതാക്കും. ഇയാളുടെ രക്തത്തിൽ നിന്ന് ഞാൻ ഊർജ്ജം അയാൾ തിരിച്ചറിയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു തന്ത്രമാന്ത്രികത്തിലെ നിഗൂഢമായിട്ടുള്ള ചില രഹസ്യങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള മനുഷ്യൻ ഈ കലിയുഗത്തിൽ ജീവിച്ചിരിക്കുകയല്ലേ. ഞാൻ രാഹുൽ ഈശ്വറിനെ കുറ്റപ്പെടുത്താനൊന്നുമില്ല, ഞാൻ അയാൾക്കെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അയാൾ അങ്ങനെ ചെയ്യാൻ വിധിക്കപ്പെട്ടു പോകുന്നു. അപ്പോൾ ഒരിക്കലും അയാൾ ഇനി നന്നാകുന്നോ അല്ലെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അയാൾ ഒരാളുടെ ജീവിതം ഡിസൈൻ ചെയ്യപ്പെടുമല്ലോ. ഒരാൾ ഇങ്ങനെ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു ഡോക്ടർ, ഒരു കുട്ടിയെ, ഒരാളെ കുട്ടി ജനിക്കുന്നു, നഴ്സറി സ്കൂളിൽ കൊണ്ടുപോകുന്നു, അവനെ കുട്ടികളെ പഠിപ്പിച്ച് അവനെ എഞ്ചിനീയറും ഡോക്ടറും ആക്കാൻ ശ്രമിക്കും. പക്ഷേ അവൻ എന്താ ചെയ്യണമെന്ന്, അവൻ ആ ഒരു സ്ഥലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്താ ചെയ്യണേ, അവൻ ഡ്രഗ്സൊക്കെ അടിച്ച് അവൻ മറ്റൊന്നായി. ഇത് കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഒരു അച്ഛനമ്മമാർ ഒരു വക്കീൽ വെട്ടിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഒരാൾ ഇങ്ങനെ ആയി തീരണം എന്നുണ്ട്, മകനാൽ കൊല്ലപ്പെടണം എന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്താൽ പൂർവ്വജന്മത്താൽ ഇദ്ദേഹത്തിനെ നശിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ ഈ ജന്മത്തിൽ വന്ന് ജനിക്കുകയും ഈ ജന്മത്തിൽ അവരാൽ നശിപ്പിക്കപ്പെടണം എന്നുണ്ട്. അതങ്ങനെയാണ്. ഇപ്പോൾ വിവാഹ ജീവിതം ഉണ്ട്. നമ്മൾ വിവാഹം എടുത്താൽ ഒരു 99.9 ആൾക്കാരും ഉത്തമ പൊരുത്തം നോക്കി കെട്ടുന്നതെല്ലാം തകർന്നു പോകണം. എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ പ്രണയിച്ച് കല്യാണം കഴിക്ക് തകർന്നു പോകുന്നത് എന്താണ്? പൂർവ്വജന്മത്തിലെ ശത്രുക്കളാണ്. അതിനകത്ത് എനിക്ക് പറയാൻ ഒരു മടിയില്ല. കല്യാണം കഴിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഗംഭീര അടിയായിരിക്കും, ജനിക്കുന്ന കുട്ടികളും ദാമ്പത്യങ്ങൾ. കാരണം ഞാൻ എന്തുകൊണ്ട് പറയുന്നു പറഞ്ഞാൽ, ഞാൻ കർണേക്ഷ ഉപാസകനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം 506 പേരുടെ ഫലം പറഞ്ഞ് 5 ദിവസം കൊണ്ട് ഒരൊറ്റ പേര് ഉത്തമമായി ദാമ്പത്യം നയിക്കുന്ന ഒരാൾ പോലും എൻ്റെ മുമ്പിൽ വന്നില്ല. മുഴുവൻ അടിയാണ്. ഡോക്ടേഴ്സ് ആണെങ്കിലും വരുന്നത് മുഴുവൻ പുറംതിരിഞ്ഞ് എൻ്റെ മുമ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞായിരിക്കുന്നത്. പ്രണയിച്ച് കല്യാണം കഴിച്ച് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. 6ാം ക്ലാസ്സിൽ വെച്ച് പ്രണയിച്ച ഒരാൾ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ പ്രണയിച്ചു, കല്യാണം കഴിച്ചു. എനിക്ക് വലിയ ദുഃഖമാണ്. അവരെന്നെ എപ്പോഴും വിളിക്കും. ആ മനുഷ്യൻ ആദ്യം ഒറ്റ രാത്രിയാണ് ആ ഭാര്യയുടെ കൂടെ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കുട്ടിയെ കൊടുത്തിട്ട് പിന്നെ അവരോട് സംസാരിക്കത്തില്ല. അവരെന്ത് ചെയ്ത് അവരുടെ പൂർവ്വജന്മം എടുക്കുമ്പോൾ അതിന് കാരണമുണ്ടാകും. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കകത്തുണ്ട്. ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് വന്നു, വളരെ അത്ഭുതമാണ്. ഭാര്യയും ഭർത്താവും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് പൂച്ച കരയണ ശബ്ദം കേട്ട്, നിങ്ങൾ പൂച്ചയായിട്ട് എന്തൊരു ബന്ധം? അത് പൂച്ചയെ കണ്ടാൽ ഞാൻ തല്ലിക്കൊല്ലും. നിങ്ങൾ സന്താനങ്ങളുണ്ടോ? ഇല്ല. 9 പൂച്ചകളെ ഗർഭിണി ഉൾപ്പെടെ ഞാൻ അടിച്ചു വന്നിട്ടുണ്ട്. കുട്ടികൾ ജനിക്കില്ല, ആ ബന്ധവും നിലനിൽക്കില്ല.
അപ്പോൾ ഇത് നമ്മൾ ഇതൊക്കെ തെറ്റാണ്. നമുക്കിതിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യണം, ഇതിൻ്റെ താഴെ വന്ന് കുറേ തോന്നിവാസം എഴുതിയിട്ടൊന്നും കാര്യമില്ല. യഥാർത്ഥത്തിൽ പരീക്ഷിക്കാൻ വരുന്നവരുണ്ടല്ലോ. പൂർവ്വജന്മത്തിലെ വാസനകളിലൂടെ കല്യാണം വന്നു ചേർന്നവരും പൂർവ്വജന്മമായിട്ട് ബന്ധമുള്ളവരും ഒക്കെയാണ് ഈ ദാമ്പത്യം നിലനിൽക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആദ്യം വിവാഹം കഴിച്ചവരോട് സ്ത്രീയെ, അവരെ ഞാൻ പിന്നെ ബദരിയിൽ സന്യാസിയായിരുന്നപ്പം ഗർഭത്തോടുകൂടി കത്തിച്ചവനാണ്, കോപം കൊണ്ട്. ഇപ്പോഴും ഞാൻ രോഷാകുലനാണ്. അതുകൊണ്ടാണ് ഉഗ്രമൂർത്തിയായ ഉഗ്രപ്രത്യങ്കര ദേവിയെ ഞാൻ ഉപാസന മൂർത്തിയാക്കിയെടുത്തത്. നരസിംഹമാണ്. ദേഷ്യം വരും, പെട്ടെന്ന് കോപം വരും, എന്തും പറയും. പലവനും അടിച്ചു കൊല്ലും, ചിലപ്പോൾ ഒലക്കൊക്കെ എടുത്ത് അടിച്ചു കൊല്ലുമെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് അതിനുള്ള ഒരുത്തനെ നിലനിർത്താനായിട്ടുള്ള തിരിച്ചടിക്കാനുള്ള ആരോഗ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഓടിയൊന്നും പോകത്തില്ല. അത് നമ്മുടെ ഒരു ഊർജ്ജമാണ്, അങ്ങനെയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ ജന്മത്തിൽ കഴിഞ്ഞ പിന്നെ ഒരു ജന്മത്തിലേക്ക് വന്നപ്പോൾ അടുത്ത ജന്മത്തിലേക്ക് വന്നപ്പോൾ ആടുതുറ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വെച്ച് ഞാൻ വേദാന്തത്തിൽ എന്നെ ഒരു സ്ത്രീ തോൽപ്പിച്ചു. തോൽപ്പിച്ച് അപമാനിതനായി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തപ്പോൾ ആ സ്ത്രീ പിന്നെ പ്രണയിച്ച് ആത്മഹത്യ ചെയ്തു. ആദ്യത്തെ ദാമ്പത്യം പോയി, തകർന്നു. അപ്പോൾ ഈ അന്ന് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുന്ന കല ടീച്ചർ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ആടുതുറ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ പോയി വിവാഹം കഴിച്ചു. അവിടെ പോയി അപ്പോൾ പൂർവ്വജന്മം അന്വേഷിച്ചു പോവുക. പൂർവ്വജന്മം ചുമ്മാ നമ്മൾ ഈ വന്നിരുന്ന് ടി വിയിൽ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൂർവ്വജന്മം യഥാർത്ഥത്തിലുള്ള പൂർവ്വജന്മത്തിൻ്റെ അത് തന്നെ എടുക്കണം. എൻ്റെ അടുത്ത് ചിലർ വരുമ്പോൾ ഞാൻ ചോദിക്കും, മുട്ടിന് ഭയങ്കര പ്രശ്നമാണല്ലോ അല്ലേ? കടലിലിറങ്ങോ? ഇല്ല. പൂർവ്വജന്മത്തിൽ മോളിൽ നിന്ന് വീണാണ് കടലിൽ, പാറയിലിടിച്ച് നടുവും കാലും ഇടിച്ചു, പരിഹാരമില്ല. പൂർവ്വജന്മദോഷം ഡോക്ടർമാരെ വരുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ. എന്തുകൊണ്ടാണ്? പൂർവ്വജന്മത്തിലുണ്ടാകുന്ന രോഗം നിനക്ക് എന്താണോ? സ്കിൻ ഡിസീസ് വരുന്ന ഒരാൾ, സ്കിൻ ഡിസീസ് വളരെ സീരിയസ് ആയിട്ട് ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പലയിടത്തും പോയിട്ട് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇത്? മാറില്ല. അങ്ങനെയാണ്. ഇദ്ദേഹം വലിയ പ്രമാണിയായിരുന്ന കാലത്ത് ഈ പണ്ട് അന്നദാനം കൊടുക്കുകയാണ്. അന്നദാനം കൊടുത്തപ്പോൾ മോളിൽ നിന്നൊരു പാമ്പ്, ചോറിങ്ങനെ ഊണ് കൊടുക്കാനായിട്ട് വിരിച്ചിട്ടേക്കായിരുന്നു. മോളിൽ നിന്നൊരു പാമ്പ് വന്ന് ഇതിനകത്ത് വീണു, ഈ ചോറിനകത്ത്. അപ്പോൾ ജോലിക്കാർ വന്ന് പറഞ്ഞു, ഒരു പാമ്പ് വന്ന് വീണു ഇതിനകത്തൊന്ന്, എടുത്ത് കളഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇതിന് സ്കിൻ മുഴുവൻ പോയി ഈ ജന്മത്തിൽ. വെന്ത് പോയത്. അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ ഈ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹത്തിന് പൂർവ്വജന്മമായിട്ട് ഒരു താന്ത്രമന്ത്രവുമായിട്ട് ബന്ധമുണ്ടായിരിക്കുകയും അദ്ദേഹം ശിശുക്കളെ സൃഷ്ടിക്കുകയും ആ ശിശുക്കളെ ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ മരണപ്പെട്ട് അവസാന കാലത്ത് ഈശ്വരൻ ഒരു പ്രാവശ്യം വിളിച്ചു കാണും. അതിന് നാരായണൻ്റെ കഥയുണ്ട്. ഒരു നാരായണൻ എന്ന് പറഞ്ഞൊരാൾ ദാനകർമ്മങ്ങൾ ഒരുപാട് ചെയ്യും. അപ്പോൾ ഒരുപാട് ദാനകർമ്മങ്ങളൊക്കെ ചെയ്ത് എല്ലാം വിറ്റ് പറക്കി തുലച്ച അവസാനം ഒന്നുമില്ലാതായി. ഒടുവിൽ മരിച്ച് ഭഗവാന്റെ അടുത്ത് ചെല്ലും. ഭഗവാന്റെ അടുത്ത് എന്നിട്ട് പറയും, ഭഗവാനെ ഞാൻ എന്തെല്ലാം ദാനകർമ്മങ്ങൾ ചെയ്തു, എൻ്റെ എല്ലാം ഞാൻ വിറ്റ് പറക്കി കൊടുത്തു എല്ലാവർക്കും, എന്നിട്ട് അവസാനം എനിക്കൊന്നും ഇല്ലാതായല്ലോ. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയും, നീ ഒന്നും അർഹതയുള്ളവർക്കല്ലല്ലോ കൊടുത്തത്. നീ നിൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് നിൻ്റെ പൂർവ്വരുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ വിറ്റ് നീ നാട്ടുകാർക്ക് കൊടുത്ത് അവസാനം അപ്പോൾ പറയും, ഞാൻ നോക്കൂ എൻ്റെ കാല് ഞാൻ ഇഴഞ്ഞ് വലിഞ്ഞാണ് എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയും, അത് എൻ്റെ കാൽപ്പം നിന്നെ എത്രയോ കാലമായിട്ട് ഞാൻ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അതെന്തുകൊണ്ടെന്നാൽ നിൻ്റെ പേര് നാരായണൻ എന്നായിരുന്നു. അവൻ്റെ പേര് നാരായണൻ എന്നായിരുന്നു. അപ്പോൾ നാട്ടുകാർ ഇവനെ നാരായണൻ എന്ന് വിളിച്ചപ്പം അവന് കിട്ടിയ ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് ഭഗവാൻ നീ നാരായണനെ ഓർത്ത്, എൻ്റെ പേര് നാരായണൻ, എല്ലാവരും നാരായണ സ്തുതി ചൊല്ലി അവനെക്കുറിച്ച് മനുഷ്യൻ ഇത് മുഴുവൻ വിറ്റുകൊടുത്തപ്പോൾ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരാൾ ഇങ്ങനെ ആയിട്ട് ഒരാളെ കൊല്ലുന്നു. അവൻ്റെ പൂർവ്വജന്മം, ഞാൻ പൂർവ്വജന്മത്തിനെക്കുറിച്ച് എൻ്റെ ഒരു പുസ്തകമുണ്ട്, ജന്മം പുനർജന്മം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതെല്ലാം തന്നെ പൂർവികമായിട്ടുള്ളതാണ്, പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ മറ്റുള്ള പെൺകുട്ടികളെ ഉപദ്രവിച്ചു, തിരിച്ച് ഈ ജന്മത്തിൽ ഇത് കിട്ടി. അപ്പോൾ അടുത്ത ഇതിവിടെ കഴിയും, ഇവിടെ കഴിയാമെന്ന് അറിഞ്ഞൂടാ. കാരണം ഇവൻ ഇത് ചെയ്തതിൻ്റെ പാപഫലം അനുഭവിക്കണ്ടേ. ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഈ ദുർമന്ത്രവാദം കൊണ്ട് കുട്ടികളെ സൃഷ്ടിക്കുകയും ആ കുട്ടികൾ കൊണ്ട് ഇവൻ ദുർമന്ത്രവാദം ചെയ്ത് ശക്തിയേറിയ മന്ത്രവാദങ്ങളായി തീരുകയും ചെയ്തു. പക്ഷേ ആ നഷ്ടപ്പെട്ട കുട്ടികളെല്ലാം തന്നെ ഇവനെ പ്രതികാരദാഹികളായിട്ടൊന്നും ഇവൻ്റെ കുലമല്ല നശിപ്പിച്ച്, ഇവൻ്റെ ജന്മം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞില്ലേ, അപമാനിതനായില്ലേ. ഇനി നിയമവും കോടതിയുടെ മുമ്പിലൊക്കെ രക്ഷപ്പെടും. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് 100 വർഷം ഉണ്ടായാലില്ലാത്ത കുപ്രസിദ്ധി ഉണ്ടാക്കി കൊടുത്തില്ലേ. അത് ഒരു പ്രസ്ഥാനത്തിന് അടിയേറ്റില്ല, ആഘാതമുണ്ടാക്കിയില്ലേ.
ഇനി വരാൻ പോകുന്ന ഒരു സംഭവമുണ്ട്. ഇയാൾക്ക് മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ ഈ നശിപ്പിച്ച കുട്ടികളില്ലേ, ഈ കുട്ടികൾ 7 ജന്മം ഇയാളെ കുലം നശിപ്പിച്ചോളാം, ഇയാളെ വ്യക്തിയായിട്ട് നശിപ്പിച്ചോളാം. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. നമ്മൾ ഗർഭചിത്രം ശിശുശാപം അത് രാഹുൽ മാങ്കുട്ടനിൽ നിന്നുള്ളതല്ല. ജനിച്ച ഒരു കുട്ടിയെ നമ്മൾ നശിപ്പിച്ചാൽ, ഞാൻ ഒരു ഡോക്ടറെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒരു ഡോക്ടർ 101 വയസ്സായി, മരിക്കലില്ല. അപ്പോൾ മക്കളെല്ലാം കൂടെ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട്? സ്വത്തുക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഈ ഡോക്ടർ ഒന്നും വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കാത്തതിന് കാരണം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കുട്ടികൾ കരയുന്ന ശബ്ദം കേൾക്കണമല്ലോ, അതെന്താ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം ശിശുഹത്യ നടത്തി പണം ഉണ്ടാക്കിയതാണ്. ഇദ്ദേഹം മരണമില്ല എന്ന് മാത്രമല്ല, ഓരോന്നോരോന്ന് നഷ്ടങ്ങൾ ഇങ്ങനെ നശിച്ചുകൊണ്ട് മക്കളെല്ലാം ഓരോ 4 മുറിക്കകത്തായിട്ടിരിക്കുവാണ്, 4-5 മുറിക്കകത്തായിട്ട് ഒന്നുമില്ല. അതിൽ മരുമക്കൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞു. ഇപ്പം ഞാൻ മുറിപ്പാലത്തിൽ വാടന്നപോലെ ഞാൻ ഈ ഫലം പറയുമ്പോൾ വരുന്നതാണ് കഥാപാത്രങ്ങൾ. അത് കഥ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ശിശുശാപം അത് ഇനി ഇവിടെ കുട്ടികളെ, ഞാൻ ചിലരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ കുട്ടിയെ നശിപ്പിച്ചത്? ഒരു കുട്ടിയെ നശിപ്പിച്ചത്, നിങ്ങൾ 4 മക്കൾ ജനിക്കാനുണ്ട്, 3 ഉള്ള ഒരെണ്ണം അബോർട്ട് ചെയ്തു സ്വാമി. ഈസിയായിട്ട് പറയുന്നത് ശിശുനാശം, ശിശുവിൻ്റെ ദുഃഖം അനുഭവിച്ചേ പറ്റൂ. അത് അന്ന് വളർത്താൻ നിവർത്തിയില്ലായിരുന്നു. വളർത്താൻ നിവർത്തിയില്ലെങ്കിൽ ഒരുമിച്ച് ഇടചേരരുത്. വേറെ രണ്ട് മുറി കിടന്നാൽ പോരെ. കുട്ടിയെ ശിക്ഷിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നുള്ളതാണ്. ഒരു ശിശുഹത്യ നടത്തുന്നവനും നടത്തിക്കുന്നവനും ഒരു സ്ത്രീയുടെ ഉത്തമമായിട്ടുള്ള എല്ലാ ഹോർമോൺസും നഷ്ടപ്പെട്ടു പോകും. എല്ലാ ഊർജ്ജങ്ങളും ആ നാഗങ്ങളാണ്. ആ നാഗങ്ങളുടെ ഫണം, അതിൻ്റെ വിഷം മുഴുവൻ പോകും. അങ്ങനെ രോഗാവസ്ഥയിലാവും. എന്ത് കാരണമാണെങ്കിലും ജനിച്ച ഒന്നിനെ കൊല്ല, ജനിച്ചു പോയാൽ 6-ാം ദിവസം കുട്ടികൾ ജനിക്കും. ഇതിൻ്റെ ശാപം എത്ര തലമുറ എന്നറിയോ? എത്ര തലമുറകളാണ്, വംശനാശം തന്നെ. അതിനകത്ത് ഞാൻ വെറുതെ വന്നിരുന്നത്, എനിക്ക് പിന്നെ വേദാന്തവും ഉപനിഷത്തും ഇതും മണ്ണാകട്ടെ ഒന്നും എനിക്ക് അറിഞ്ഞാൽ വയ്യ, ഏത് ജ്യോതിഷമൊന്നും. ഞാൻ കണ്ണേഷിക്ക് എൻ്റെ കാതിൽ പറയുന്ന മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ അറിയുന്നതനുസരിച്ച്, എൻ്റെ കാതിൽ പറയുന്നതനുസരിച്ചിട്ടുള്ള വിവരങ്ങളനുസരിച്ച് എൻ്റെ പഠനമാണ്. ഇപ്പോൾ ഞാൻ 50 പുസ്തകമുണ്ട് മലയാളത്തിൽ, 45 പുസ്തകം, 5 പുസ്തകം കൂടെ ഇറങ്ങും. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും എൻ്റെ ഒരു പഠനമുണ്ട്, ഏതും പഠനമുണ്ട്. ഇപ്പോൾ ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എത്ര ജാതകം ഞാൻ ചേർത്ത് വിട്ടിട്ടുണ്ട്. പൊരുത്തമില്ല എന്ന് പറഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കാൻ പറയും. ഒരു അടുത്ത് വയ്ക്കാൻ പോലും പാടില്ല എന്ന് പറയുന്ന എത്ര ജാതകങ്ങൾ ഞാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി, ഒരു ഭാര്യയും ഭർത്താവ്, ഒരു കുട്ടിയും കൂടെ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ കുട്ടിക്ക് ഒരാളെ ഇഷ്ടമുണ്ട്. രാവിലെയാണ്, വെമ്പായത്തെ വീട്ടിലാണ്. രാവിലെ അങ്ങനെ ആരും വരാറില്ല. അപ്പോൾ ഞാൻ ഈ കുട്ടിക്ക് ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ ആ കുട്ടി എന്നെ നോക്കി, അവനെ കല്യാണം കഴിച്ചാൽ, അവൻ്റെ പേരും പറഞ്ഞു കൊടുത്തു, കല്യാണം കഴിച്ചാൽ വരാൻ പോകുന്നത് ഇതാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ കുട്ടിക്ക് വിഷമമായി. കാരണം തീഷ്ണമായ പ്രണയത്തിനകത്ത് നിൽക്കുകയല്ലേ. അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ മാത്രം ഒന്നും മിണ്ടിയില്ല. അച്ഛൻ പറഞ്ഞു, സ്വാമി പറയണം, ഞാൻ അവൻ്റെ പേരുൾപ്പെടെ, അവന് ഇതിന് മുമ്പുണ്ടായ 3 സ്ത്രീബന്ധങ്ങൾ ഉൾപ്പെടെ, അവന് വരാൻ പോകുന്നത് കൊണ്ട് ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ആ പെൺകുട്ടി ഏത് കല്യാണം വന്നാലും സ്വാമി പറയണം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ആ കുട്ടിയെ അനുഭവിക്കാൻ യോഗം ഒരു വിധിയുണ്ട്. ആ വിധിയുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ. ഇപ്പോൾ നമ്മൾ പറയണതൊക്കെ ശരിയാവണമെന്നുണ്ടോ? ഇതിൻ്റെ പൂർവ്വജന്മം അനുസരിച്ച് ആ വിധി വന്നേ പറ്റൂ. അംഗവൈകല്യമുള്ള കുട്ടികൾ ജനിക്കുന്നു. എൻ്റെ അടുത്ത് ഒരാൾ വന്നു, കാന്തല്ലൂർ ആശ്രമത്തിൽ, ഭാര്യയും ഭർത്താവും, കുട്ടികളില്ല. അദ്ദേഹത്തിൻ്റെ പേര്, അവിടെ PWD ജോലിയുള്ള ആളാണ്. നല്ല മനുഷ്യനുണ്ട്. പുള്ളി ഒരുപാട് പേരെ സഹായിക്കുന്നതാണ്. മൂന്നാറിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ കുട്ടി ജനിക്കും, പക്ഷേ രണ്ടാമതൊരു കുട്ടി ജനിക്കരുത്. അതെന്താ സ്വാമി? അത് ജനിക്കരുത്, അതെന്താ അങ്ങനെ പറയണേ? എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ രണ്ടാമതൊരു കുട്ടി ജനിക്കരുത് എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ആദ്യ കുട്ടി, നല്ല മനുഷ്യനാണ്, ആദ്യ കുട്ടി ജനിച്ചപ്പോൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. ഒരു ദിവസം തിരുവനന്തപുരത്ത് വന്നപ്പം ഭാര്യ വീണ്ടും നേരെ വേറെ ആയിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് ആദ്യം പിടികിട്ടി, നിങ്ങളുടെ അടുത്ത് ഞാൻ രണ്ടാമത്തെ ആണോ? ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് വിഷമിച്ചേ പറ്റൂ, പക്ഷേ അതീവ ബുദ്ധിമാനായിരിക്കും കുട്ടി, അതീവ ബുദ്ധിമാനായിരിക്കും, നിങ്ങൾ നോക്കിക്കോളൂ. പക്ഷേ നിങ്ങൾ മനോവിഷമത്തോട് ഒരു മനോവിഷമം നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ഇപ്പോൾ ഞാൻ സ്കാൻ ചെയ്തപ്പോൾ വളർച്ചയില്ലാത്ത കുട്ടിയാണ്, പക്ഷെ അവൻ മതി മിടുക്കനാണ്. ഞാൻ വീട്ടിൽ പോയി പരിഹാരമൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. ഞാൻ പറഞ്ഞു, കുട്ടി സുഖപ്രസവത്തിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം, കുട്ടി മിടുക്കനായിരിക്കും, പക്ഷേ കുട്ടി ശാരീരികമായ വളർച്ച കുറവായിരിക്കും. അങ്ങനെ ഇത്തരത്തിൽ വൈകല്യങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ ജീവനാപത്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗർഭചിത്രം ന്യായീകരിക്കാനാവില്ല ഒരു തരത്തിലും ഇല്ല. ഒരു ഗർഭപാത്രത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, എത്രയോ ദശലക്ഷക്കണക്കിന് ഹോർമോൺസാണ് ഈ ശാസ്ത്രം പറയുന്ന ഹോർമോൺസ്. ഞങ്ങൾ നാഗങ്ങളെന്നേ പറയുള്ളൂ. ഇണചേരുന്ന നാഗങ്ങൾ, ശരീരം ഇത്ര ഊഷ്മാവിൽ താപമുണ്ടായി, ശാരീരിക ബന്ധമുണ്ടായി, ഒരു പുരുഷൻ ആകർഷണം ഉണ്ടാകുക. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ചെയ്തു, കുട്ടിയെ
അന്നക്കുട്ടി എന്നങ്ങനെയാണ് പേര് 14-15 തവണ നാഗം കുത്തി പാമ്പ് കുത്തി. അപ്പോൾ എന്നെ വിളിച്ചു, സ്വാമി എവിടെ? പാലയിലാണ്, എനിക്ക് സ്വാമിയെ കാണണം. ഞാൻ പറഞ്ഞു വന്നു, എന്നെ കാണാനായിട്ട് വന്നു പാലയിൽ നിന്ന്. ഇനി ഒരിക്കൽ കൂടെ കുത്തും, എനിക്ക് സ്വാമിയെ കണ്ടേ പറ്റൂ. എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, എന്താണ് എന്നെ പാമ്പ് കുത്തണം? ഞാൻ പറഞ്ഞു തരാം. ഞാൻ അവരുടെ പൂർവ്വജനം പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാലും ഇണനാഗം ആകർഷിക്കും. ഇണപ്പാമ്പ് ഇണജാലെന്നാണ് വരണത്, കൊത്തും. അപ്പോൾ ഇന്നലെ എന്നെ വിളിച്ചു, സ്വാമി 7 മണിക്ക് തന്നെ ഞാൻ സ്വാമിയുടെ പ്രോഗ്രാം കാണാം. ഞാൻ അതെനിക്ക് പറയാൻ പറ്റില്ല. എന്നിട്ട് ആ പാവപ്പെട്ട സ്ത്രീ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മളെന്തെങ്കിലും ദക്ഷിണ ഉണ്ടെങ്കിൽ ഇന്നാൽ ഇട്ട് കൊടുക്കാൻ പറയും ബുദ്ധിമുട്ടുന്നവർക്ക്. അവരത് ഇട്ട് കൊടുത്തു. അപ്പോൾ പാമ്പ് ഇനി 14 തവണ കൊത്തി. ഇതുണ്ട്. നമ്മൾ എന്തില്ല എന്ന് പറയുന്നത് എന്താണ്? ഈ ഉള്ളതിനെ മാത്രമേ നമ്മൾ ഇല്ലാതെ എന്ന് പറയുള്ളൂ. ഇല്ലാത്തതിനെ നമ്മൾ പിന്നെ ഇല്ല എന്ന് പറയൂ. ഉള്ളത് മാത്രമേ ഇല്ലാന്ന്, ഉണ്ടായിരുന്നതിനെ മാത്രമേ ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റൂ. ശരി. അപ്പോൾ ഈ പാമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വാവാ സുരേഷ് ഇങ്ങനെ പാമ്പിൻ്റെ കൂടെ നടക്കുന്നതിൽ ഈ പറഞ്ഞ മുൻപുള്ള ജന്മത്തിൽ നല്ല നാഗലോകവുമായിട്ട് വന്നാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഞാനിപ്പോൾ മണികർണിക നാഗങ്ങളെക്കുറിച്ചൊരു നോവൽ മനോരമയിൽ വന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് തിരക്കഥ എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പണം ഇടവേരയിൽ വാവാ സുരേഷ് റോളുണ്ട്. എഴുതി നിർത്തിയപ്പോൾ ഒരു പണം മൂർഖനിരിക്കുന്നു ചെടിയിൽ. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഭയങ്കര പേടിച്ച് ഓടി. ഞാൻ വാവാ സുരേഷിനെ വന്ന് ഞാനാണെന്ന് പറഞ്ഞില്ല. വന്നപ്പോൾ മൂർഖനിരിക്കുന്നു. ആ സ്വാമിയുടെ പാമ്പിനെ പിടിക്കില്ല. കാരണം എന്താണ്? ഞാൻ എൻ്റെ ഒരു ചെറിയ മകനെ ആദ്യ ജീവിതത്തിൽ ആ ചെറിയ മകനുമായിട്ട് കാട്ടാക്കര ഡാമിൽ പോയപ്പോൾ ഒരു പാമ്പ് വണ്ടിക്കകത്തൂടെ കയറി, കുട്ടി മടിയിരിക്കുകയായിരുന്നു. എൻ്റെ മുമ്പിൽ ഇങ്ങനെ പണം ഉയർത്തി നിന്ന് എൻ്റെ കാലിൽ കൂടെ കയറിയിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. ഞാൻ കുട്ടിയുടെ മുഖം മാത്രം മാറ്റി വെച്ച്, ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി അതങ്ങ് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ദാമ്പത്യം തീർന്നു എന്ന്. അതിന് വേറെ കഥകളുണ്ട്, ഉപകഥകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഇയാൾ മോളെ പേരെന്തേ? മേഘയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? മേഘയുടെ പേര് തന്നെ കാരണം. ഒരിടത്തും നിൽക്കില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. മനസ്സൊരിടത്തും നിൽക്കില്ല. ശരി, നമ്മളൊരു പേര് തന്നെ പൂർവ്വജന്മത്തിലെ പേരുകൾ ഇത് കൃത്യമായിട്ട് പറയും. നാഡീശാസ്ത്രത്തിൽ ചിലതൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ പേര് ഇന്ന കാരണങ്ങൾ ഇന്നത്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇന്നത്. പൂർവ്വജന്മത്തിൽ മകനെ കത്തിച്ചു കളഞ്ഞു. മകനെയും ആ സ്ത്രീയും കൂടെ പൂർവ്വജന്മത്തിൽ ബദരിയിൽ വെച്ച് രോഷാകുലനായി അഗ്നിക്കിരയാക്കി. മക്കളെ അനുഭവിക്കാൻ യോഗമില്ല, ഉണ്ടാവില്ല. പക്ഷെ അതേസമയം എന്താണ്? ശിഷ്യന്മാർ മക്കളായിട്ട് ജനിച്ച് ഒരുപാട് 4-5 ശിഷ്യന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മൾ എല്ലാത്തിൻ്റെയും ഈ ജ്യോതിഷം എന്നൊക്കെ പറയുന്നത് എന്താണ്? ജ്യോതിഷം നല്ലവണ്ണം ജ്യോതിഷശാസ്ത്രം, പ്രകാശത്തിൻ്റെ ശാസ്ത്രം, അന്ധകാരമാകുന്ന മനസ്സിനെ, അല്ലേ, അന്ധതയുള്ള മനസ്സിനെ ഉള്ളിൽ തന്നെ നിൻ്റെ ദൈവികമായ പ്രകാശം, ആ പ്രകാശം കടത്തിവിട്ട് അന്ധത മാറ്റുക. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ മഹാഭാരതം പൊളിച്ച് 3 പുസ്തകം എഴുതി, എല്ലാ ഭാഷയിലും ഉണ്ട്. കന്നഡയിൽ 7 സിനിമ എഴുതി, കന്നഡയിൽ അവാർഡ് മേടിച്ച്. എന്താണ്? നമ്മുടെ സമർപ്പണം. അതിനൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ട, നമ്മൾ ജോലി ചെയ്തേ പറ്റൂ. 10ാം ക്ലാസ് പഠിച്ച ഒരാൾ മഹാഭാരതം ഒരിക്കൽ മാത്രം വായിച്ചിട്ട് ശകുനി എന്ന് പറഞ്ഞ പുസ്തകം എഴുതി. അഹങ്കാരമല്ല പറയണേ. അധർമ്മഭാരതം എഴുതി. 5000 വർഷം പുറകിലോട്ട് പോയിട്ട് അശ്വത്ഥാമാവിനെ കുറിച്ച് പുസ്തകം എഴുതി. ഇതൊക്കെ വിറ്റുപോകണം, പുസ്തകം വിറ്റുള്ള ജീവിതമാണ്. പിന്നെ ജ്യോതിഷമൊക്കെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യ. പക്ഷേ ഒരു ജ്യോതിഷനും എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറയാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാൽ നീ വ്യക്തമായ കാരണത്തോട് പറയണം. എന്തുകൊണ്ട് ഈ ജാതകം ചേർത്തില്ല, എന്തുകൊണ്ട് ജാതകം വേണ്ടാന്ന് വെച്ചു. മനസ്സിൻ്റെ പൊരുത്തം ഉണ്ടെങ്കിൽ, പൂർവ്വജന്മ പൊരുത്തം ഉണ്ടെങ്കിൽ ഈ ഒരു ജാതകം ചേരില്ല.